എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഓണത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാനും അച്ഛനും കൂടി ഒരു റേസ് വെച്ചിരിക്കുകയാണ്, ആരാണ് ഈ പൂ ഫസ്റ്റ് പൊട്ടിച്ച് കാണുന്നത്. അപ്പോൾ അച്ഛൻ എന്നെക്കാട്ടിയും മുന്നേ കുറേ പൂ പൊട്ടിച്ച് വെച്ചു. ഞാനാണെങ്കിൽ മെല്ലാണ് പൊട്ടിക്കുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിച്ച് വരുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഏത് പൂ പൊട്ടിക്കാനാണ് ഇഷ്ടം? അല്ലെങ്കിൽ നിങ്ങൾ പൂ ഇടലുണ്ടോ വീട്ടിൽ? നിങ്ങൾക്ക് പൂ ഇടാൻ ഇഷ്ടമാണോ? ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് ഓണത്തിന് എന്തൊക്കെ ചെയ്തെന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലുണ്ട്. അങ്ങനെ പൊട്ടിച്ച് അച്ചാച്ചൻ 5 പൊട്ടിച്ച് കഴിയാണ്. നമ്മൾ ഓറഞ്ച് പൊട്ടിച്ച് കഴിഞ്ഞു കേട്ടോ. നമുക്ക് റോസ് ഉണ്ട്, ഈ മഞ്ഞ കളർ എന്തോ എന്തെങ്കിലും മഞ്ഞ, അതും ഓറഞ്ച് കളർ പൂവും വെള്ള കളർ പൂവുണ്ട്. ഒരു വലിയൊരു മഞ്ഞ കളർ പൂവുണ്ട്. അത് നമ്മൾ വിചാരിച്ചു പൂവിൻ്റെ നടുക്ക് വെക്കാം. ഞാൻ പൂവിൻ്റെ വീഡിയോ കാണിച്ചു തരുമ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ. പൂവിൻ്റെ നടുക്കൊരു പൂവുള്ളത്. നമ്മളെ പൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ പൊട്ടിച്ചിടാൻ നോക്കലാണ്. റോസൊക്കെ അതിന് നടുക്ക് വന്നോട്ടെ. ചിലത് ഞാനും പൊട്ടിച്ചിട്ടു. ഇതാണ് ഗൈസ് നമ്മളെ പൂക്കളം. രസമുണ്ടോ? ഞാനും അച്ഛനും കൂടി ഒപ്പം ചേർന്ന് ഇട്ടതാണ്. ഞാൻ അമ്മേനെ കുറച്ച് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ചെന്തനോ ബീൻസോ അത് മുറിച്ചിട്ട് കൊടുക്കലാണ്. അവിയലിന് ഞാൻ തന്നെ മുറിച്ചിട്ട് കൊടുത്തത്. അപ്പം അവിയലിന് മുറിച്ചിട്ടലാണ്. എപ്പോൾ വേണമെങ്കിൽ ഈ ഫോൺ എടുത്ത് ആ കത്തിൻ്റെ മുകളിലേക്ക് പോകാം. കാരണം ഞാൻ എങ്ങനെയോ ഫോൺ വെച്ചിട്ടുള്ള ഈ വീഡിയോ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് മുറിക്കുന്നത്. ഇങ്ങനെ പതിയെ സ്പീഡിൽ മുറിക്കണം കേട്ടോ. നിങ്ങളൊന്നും മുറിക്കാൻ നിൽക്കാൻ പാടില്ല, കൈയൊക്കെ മുറിഞ്ഞു പോകും. അതെങ്ങനെ മുറിക്കലാണ്. അവിയലിനൊക്കെ ഞാൻ തന്നെ അമ്മക്ക് മുറിച്ചിട്ട് കൊടുത്തു. പിന്നെ ഇതിൻ്റെ പുറത്തെന്തോ ഒരു തോല് കുറച്ച് സാധനമില്ല ഇങ്ങനെ വലിച്ചെടുക്കുന്നത്. എന്തോ ഈ ബീഡ്സിൻ്റെ പുറത്ത് അത് ഞാൻ തന്നെയാണ് കേട്ടോ മുറിച്ചിട്ടത്. അതുണ്ടെങ്കിൽ പിന്നെ മുറിയുന്നില്ല. ഉണ്ടാകുന്നത് അതേകം ഇങ്ങനെയാണ്. തോല് പോലത്തെ ഒരു സാധനമാണ്. എൻ്റെ സൗണ്ടൊക്കെ പോയിനി. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാവുന്ന ചാൻസ് ഉണ്ടാവും. അപ്പോൾ അത് കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു അല്ലേ. ഇതെങ്ങനെ കുരുങ്ങനോ നല്ല സോഫ്റ്റ് ചെറുങ്ങനെ അരിയണോ. അതുകൊണ്ട് ഇതിൻ്റെ പുറത്തൊരു തോല് പോലത്തെ സാധനം ഉണ്ടാവും. അതിങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ചെറുങ്ങനെ മുറിച്ചിടണം. നമ്മൾ വറവ് വേണ്ട. ഞാൻ ഇങ്ങനെ അധികം എനിക്ക് തക്കാളി, ഈ ഉള്ളി, വെളുത്തുള്ളിൻ്റെ തോല്, ഇങ്ങനത്തെ ബീൻസ്, ക്യാരറ്റ്, മുളക്, പച്ചമുളക്, കാന്താരി അങ്ങനത്തെ ഒക്കെ മുറിച്ചിടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തൈരൊക്കെ ചേർത്താക്കും. വെച്ച് തക്കാക്കിരിക്കൊക്കെ മുറിച്ചിട്ടിട്ട് നമ്മൾ സദ്യ കഴിക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഇലയിലോട്ട് കുറച്ച് ചോറിട്ടിട്ടുണ്ട്, കൂട്ടുകറി ഒഴിച്ചു, കുറച്ച് അവിയലിൻ്റെ ഫ്രൈഡ് ഇട്ടാട്ടോ. പിന്നെ കുറച്ച് സാമ്പാറാണ്. സാമ്പാറും ചോറും ഭയങ്കര ഫേവറേറ്റ് അല്ലേ എല്ലാവർക്കും. പിന്നെ കുറച്ച് ഞാൻ മുറിച്ചിട്ട ബീൻസറും, പിന്നെ പപ്പടം, പിന്നെ ഇഞ്ചിക്കറി, അച്ചാറ്, ഇതെല്ലാം കൂട്ടി കഴിക്കാം. നമുക്ക് കഴിച്ചു വെക്കാമല്ലോ. ഇങ്ങനെ ഉണ്ടാവും. ഞാൻ ചോറ് എടുക്കലാണ്. കഴിച്ചു വെക്കി. നല്ല രസമുണ്ട് ഗൈസ്. കഴിച്ചു വെച്ച് കാണാം. അപ്പം ഞാൻ വൈകുന്നേരമായിട്ട് ചൂട് ചോളം കഴിക്കലാണ് ഗൈസ്. പ്രേമലൊക്കെ കണ്ടിട്ടാണ് ഞാൻ കഴിക്കുന്നത് ഗൈസ്. അപ്പം ഞാൻ ചൂട് ചോളം പ്രേമലൊക്കെ കണ്ടിട്ട് കഴിച്ചു. ഒരു ചൂട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ മാറി കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെ പിടിച്ച് കഴിക്കാൻ തുടങ്ങി. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് വരുന്നു. ഇപ്പോൾ 7 മണിക്കെന്തോ ഗുരുവായൂരപ്പൻ്റെ എന്തോ അമ്പലനടിയോ എന്തോ സിനിമയുണ്ട്. അതിൻ്റെ പകുതി കണ്ടിട്ട് ഇവിടെ വന്ന് ഇരിക്കലാണ്, എന്തെങ്കിലും ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാൻ കൊണ്ടിട്ട് കുറച്ച് മോഹം തോന്നിയോണ്ട് വന്ന് ഇവിടെ ഇരുന്നതാണ്. അപ്പോൾ ക്രാഫ്റ്റ്
കാണാൻ തുടങ്ങി കേട്ടോ. ഇതുകൊണ്ട് കൈറ്റ് ഉണ്ടാക്കാൻ പെൻസിൽ വെച്ച് ഔട്ട്ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് പെൻസിലാണ്. ഇതുണ്ടോ ഇതേപോലത്തെ 2 ഉണ്ട്. ഇതും ഒന്ന്, പിന്നെ ഇത് എൻ്റെ പുതിയ നരരാജിൻ്റെ സെറ്റാണ്. ഞാൻ അൺബോക്സിങ്ങിന് വേണ്ടിയിട്ട് വെച്ചതാണ്. ഒരു സംഭവം ഉണ്ട്, അത് ഇരുള്ളിട്ടിട്ട് ഇങ്ങനെ എഴുതലാണ്, എനിക്കറിയത്തില്ല. ഞാൻ അൺബോക്സ് ചെയ്യുന്നതായിരിക്കും കേട്ടോ, ഇതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ അൺബോക്സ് ചെയ്യാം ഒരു ദിവസം. ഞാൻ ഒരു ക്രാഫ്റ്റ് എടുത്തിട്ടുണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഒരു ഭൂമി ഒരു ഫ്ലവറും, ഭൂമി ഫ്ലവേഴ്സ് ഉണ്ട് ഗൈസ്. ഇഷ്ടപ്പെട്ടോ? ഭൂമിന്ന് ഇങ്ങനെ ഈ ഭൂമിയുടെ ഫ്ലവർ തുറന്ന് വരും. ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഫ്ലവർ തുറന്ന് വരും. അങ്ങനെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ബോക്സ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കൈറ്റ് ആണ് ഞാൻ വരക്കാൻ ഉദ്ദേശിക്കുന്നത്. കളറൊക്കെ ചെയ്തിട്ട് ഇനി മുതൽ ഈ ക്രാഫ്റ്റിൻ്റെ വരക്കലല്ലോ, ഈ സിംഹത്തിൻ്റെ എല്ലാം വരക്കണമെങ്കിൽ ഈ ബുക്ക് നോക്കിയിട്ട് എനിക്ക് ഞാൻ ചെയ്യാം. അപ്പോൾ എനിക്ക് ബോറടിച്ചപ്പോൾ ഞാൻ ക്ലേ എടുത്ത് കളിക്കാൻ തുടങ്ങി. കുറേ സമയം കഴിഞ്ഞിട്ട് റോസാപ്പൂ ഉണ്ടാക്കി ഗൈസ്. ഉണ്ട് എൻ്റെ റോസാപ്പൂ. കുറച്ച് ഇഞ്ചി ഞാൻ ഇരുപത്തെണ്ണം കുത്തി വെക്കും. ഞാൻ ഈ ഫാബ്രിക് ക്ലാസിക്കിൻ്റെ ക്ലേ ആണ് ഉപയോഗിക്കൽ കളിക്കാൻ അധികം. ഈ 4 ഷെയ്ഡ്സ് ആണ്. എൻ്റെ കയ്യിൽ ആകെ പിങ്കേ കിട്ടിയിട്ടുള്ളൂ ഗൈസ്. 4 ഷെയ്ഡ്സ് വാങ്ങിച്ചിരുന്നു, പക്ഷെ അതെവിടെയോ കാണാനുണ്ടായത്. അവിടുത്തെ ഒരു പെട്ടിയിൽ കിട്ടിയതായിരുന്നു. പക്ഷെ എനിക്ക് പിങ്ക് മാത്രമേ എൻ്റെ കയ്യിൽ കാണുന്നുള്ളൂ. പെട്ടെന്ന് കിട്ടിയത്. ചപ്പാന്നാൽ പിന്നെ ഉറങ്ങാനാകുമ്പോൾ കാണൂല, രാത്രി കളിക്കുന്നതായതുകൊണ്ട്. അപ്പോൾ കളിക്കലാണ്. ഇനി ഞാൻ പൊട്ടിച്ചിട്ട് നിരകിയിട്ടുള്ളിടും, അല്ലെങ്കിൽ കട്ട പിടിച്ചിട്ട് നമ്മൾ ക്ലേ വെറുതെ വേസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ പൊട്ടിക്കാൻ പോക്കാണ്. അപ്പോൾ പൂട്ടാൻ പോക്കാണ് ഗൈസ്. നാളെ ആയിരിക്കും ഇനി വിരിയ. പൂട്ടി ഗൈസ്, ഞാൻ പൂട്ടി. അപ്പോൾ നമുക്കിനി ഇതിനുള്ളിൽ വെക്കണം. എൻ്റെ സൗണ്ട് നല്ലോണം പോയിട്ട് നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. എൻ്റെ രാത്രി ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് നെയ്ച്ചോറ് ചിക്കനും ഒക്കെയാണ്. നെയ്ച്ചോറ് ചിക്കൻ്റെ ഇത് അച്ചാറ്. അപ്പം എൻ്റെ അമ്മ നേരത്തെ തിന്നുമ്പോൾ ഞാൻ തിന്നതായിരുന്നു. അമ്മ വായിൽ തന്നു. പക്ഷെങ്കിൽ ഞാൻ തിന്ന് കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് വിശന്നുകൊണ്ട് വീടെടുക്കാണ്ട് തന്നെ ഞാൻ തിന്നു. അവിടെ വെച്ചാൽ എൻ്റെ ബാക്കത്ത് തിരിപ്പിച്ചുകൊണ്ട് എനിക്ക് ചിരി വന്നു ഗൈസ്. അപ്പോൾ എനിക്ക് ചിരി വന്നുകൊണ്ട് അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രഷൊക്കെ ആയി ഡ്രസ്സൊക്കെ മാറ്റി. ഒരു പിങ്ക് ഡ്രസ്സാട്ടോ ഇട്ടത്. ഒരു പിങ്ക് ഡ്രസ്സ് ഇട്ട് ഒരു ഇപ്പോൾ ഒരു യെല്ലോ പാൻറ്റ് ഗൈസ് കാണിച്ചു തരലാണ്. ഇത് കാണുന്നില്ല. ഇനി എനിക്ക് ഉറങ്ങാൻ പോണം. രാവിലെ എണീക്കണം ഗൈസ്. സ്കൂളില്ല, പക്ഷേ രാവിലെ എണീക്കണം. അപ്പോൾ ബൈ ബൈ, ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്.